നമുക്കറിയാം, നമ്മൾ ഏവരും ഇപ്പം 2-3 ദിവസങ്ങളായി ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില്ല എന്ന് പറയുന്ന ഒരു കപ്പൽ വ്യൂഹത്തിൻ്റെ വാർത്തകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ കപ്പൽ വ്യൂഹം ഇസ്രയേലിന് കൃത്യമായ തലവേദന ഉണ്ടാക്കും എന്നു തന്നെയാണ് നമുക്ക് അതിൻ്റെ വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് നമുക്കറിയാം, 2 വർഷമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിർബന്ധപ്രകാരം ഗാസയിൽ നടന്നു വരുന്ന നരഹത്യ എന്ന് വേണമെങ്കിൽ പറയാവുന്ന കടുത്ത യുദ്ധം സാധുക്കളായ അവിടെയുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും സാധാരണക്കാരുടെയും മേൽ യുദ്ധവിമാനങ്ങളെ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഗാസയിൽ ഇപ്പോൾ നേരിടുന്നത് 2025 ഈ വർത്തമാനം ലോകത്തിന് ചിന്തിക്കാൻ പറ്റുന്നതിലും വലിയ രീതിയിലുള്ള പട്ടിണിയും ആക്രമണവും മരണങ്ങളും രോഗങ്ങളുമാണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് യുദ്ധം ചെയ്ത് ആയുധങ്ങളെ കൊണ്ട് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അതുപോലെ പട്ടിണി കിടന്ന് ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്, കാലാവസ്ഥയാണ് ഗാസയിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗാസയിലേക്ക് ലോകത്തെ ഡസൻ കണക്കിന് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകളുടെ ഒരു സംഘം 50ഓളം കപ്പലുകളിൽ ഗാസയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഈ ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില്ല എന്ന് പറയുന്ന 50ഓളം കപ്പൽ വ്യൂഹം ഗാസയിലേക്ക് അടുക്കുന്നു എന്ന് പറയുന്നത്. ഈ കപ്പൽ വ്യൂഹം സ്പെയിനിൽ നിന്ന് പുറപ്പെട്ടതാണ്. ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ ആക്ടിവിസ്റ്റുകൾ അതിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ കപ്പൽ വ്യൂഹം ഗ്രീസിൻ്റെ തീരത്തുകൂടെ പോകുമ്പോൾ അവിടെ അന്താരാഷ്ട്ര ജലാതിർത്തിയിലൂടെ പോകുമ്പോൾ ഒരു ഡ്രോൺ ആക്രമണം ഇവർക്ക് നേരെ ഉണ്ടാവുകയും കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഈ ആക്ടിവിസ്റ്റുകൾ ഇത് ഇസ്രയേലാണ് ചെയ്തത് എന്നവർ ആരോപിക്കുകയാണ്. ഇസ്രയേൽ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ നമുക്കും യാതൊരു സംശയവുമില്ല. ഏത് നിയമലംഘനങ്ങൾക്കും ഏത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഇസ്രയേലിന് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഇസ്രയേൽ ഇപ്പോൾ കൃത്യമായി തലവേദനയിലെത്താൻ കാരണമാവുന്നുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം, ഈ ആക്രമണത്തിന് ശേഷം സ്പെയിനും ഇറ്റലിയും അവരുടെ യുദ്ധക്കപ്പലുകൾ അകമ്പടിയായി ഇവർക്ക് വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ സ്പെയിന് എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം, ഇസ്രയേലിനെതിരെ ഈ അടുത്ത കാലത്തായി വളരെ ശക്തമായി രംഗപ്രവേശനം നടത്തിയിട്ടുണ്ട്. ഇസ്രയേൽ ലോകകപ്പിൽ യോഗ്യത നേടുകയാണെങ്കിൽ ഞങ്ങൾ ലോകകപ്പ് കളിക്കുകയില്ല എന്ന് പോലും അത്തരത്തിൽ പോലും പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പക്ഷേ ഇറ്റലി എന്ന് പറയുന്ന രാജ്യം ഇസ്രയേലിനോട് കൂടുതൽ അനുകമ്പയുള്ളതും യൂറോപ്പിലെ പ്രമുഖ രാജ്യങ്ങളൊക്കെ ഫലസ്തീനെ അംഗീകരിച്ചപ്പോഴും ഇപ്പോഴും അംഗീകരിക്കാതെ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായ ഇറ്റലി പോലും ഈ കപ്പലുകൾക്ക് ഈ ഭീഷണിയാകുന്ന രീതിയിലുള്ള ആക്രമണം വന്നപ്പോൾ അവർ യുദ്ധക്കപ്പൽ വിട്ടുകൊടുക്കുകയും ഇവർക്ക് സംരക്ഷണം ഒരുക്കുമെന്നുമാണ് ഇറ്റലിയും സ്പെയിനും പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇറ്റലിയുടെയും സ്പെയിനിൻ്റെയും യുദ്ധക്കപ്പലുകൾ അകമ്പടിയോടുകൂടെ ഈ കപ്പലുകൾ ഗാസയിലേക്ക് എടുക്കുമ്പോൾ ഇസ്രയേൽ 18 വർഷമായി തുടരുന്ന ഈ ഗാസയിലെ കടൽ തീരത്തെ ഉപരോധം ഇവർ തകർക്കുമോ എന്നുള്ളതാണ് നമുക്കിനി നോക്കിക്കാണേണ്ടിയുള്ളത്. ഇസ്രയേൽ പറയുന്നത്, ഇസ്രയേൽ തുറമുഖമായ അഷ്കലോണിൽ ഈ സാധനങ്ങൾ അവർ ഇറക്കിക്കോട്ടെ, എന്നതിന് ശേഷം ഞങ്ങൾ ഗാസയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ ഈ ആക്ടിവിസ്റ്റുകൾക്ക് അതിൽ തീരെ ഇസ്രയേലിനെ വിശ്വാസമില്ല. നമുക്കാർക്കും ഇസ്രയേലിനെ, ലോകത്തിന്ന് ഒരു പൗരനും ഇസ്രയേലിക്ക് പോലും നെതന്യാഹുവിനെ വിശ്വാസമുണ്ടോ എന്ന് സംശയമാണ്. അത്തരത്തിലാണ് ഈ നെതന്യാഹു ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആക്ടിവിസ്റ്റുകൾ പറഞ്ഞു, ഞങ്ങൾക്കതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു. അതുകൊണ്ട് അവർ ഗാസയിലേക്ക് നേരെ തിരിക്കുകയാണ്. പക്ഷേ ഇസ്രയേൽ സൈന്യം ഇപ്പോൾ പറയുന്നത്, അവരെ തികച്ചും ഞങ്ങൾ നേരിടും, ഏത് ഉപരോധ മേഖലയിലേക്ക് കടക്കുകയാണെങ്കിൽ അവരെ ഞങ്ങൾ നേരിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലി സൈന്യവും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പം തികച്ചും നമുക്കറിയാം, ഇവരെ ആക്രമിക്കുകയാണെങ്കിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ പൗരന്മാർക്ക് അപകടം സംഭവിക്കുകയും മരണത്തിനിടയാവുകയും അവരുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത വരികയാണ്. അതുപോലെ തന്നെ ഇവർക്കെതിരെയുള്ള ഏതൊരാക്രമണവും ഇനി സ്പെയിനിൻ്റെയും ഇറ്റലിയുടെയും യുദ്ധക്കപ്പലുകൾ തടുക്കുകയും ചെയ്യും. അത്തരത്തിൽ ഈ കപ്പൽ വ്യൂഹത്തിന് നേരെ ഇനി ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ അത് യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിനും ഇറ്റലിയും നേർക്കുനേരെ, സ്പെയിനിലേക്കും ഇറ്റലിയുടെയും യുദ്ധക്കപ്പലുകൾക്ക് നേർക്കുനേരെയുള്ള ഒരു ആക്രമണമായി പരിഗണിക്കേണ്ടി വരികയും
യൂറോപ്പ് കൃത്യമായും ഇസ്രയേലുമായി ഒരു യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യത വരുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും IDF സംഘവും കൃത്യമായ ഒരു കുടുക്കിലാണ് കുടുങ്ങിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത്തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിലെ അവസ്ഥകൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഗാസയിൽ ഈ ഈ ഈ ആക്ടിവിസ്റ്റുകളുടെ പ്രവർത്തനം എന്ന് പറയുന്ന, അവർ ഇത്തരത്തിൽ ഇറങ്ങിപ്പുറപ്പെടാൻ അവർ പറയുന്നു ഞങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട്. ഈ ഡ്രോൺ ആക്രമണത്തിന് ശേഷം അവർ കൃത്യമായും അത് പറഞ്ഞു. പക്ഷെ എന്നാലും ഞങ്ങൾ മുന്നോട്ട് എന്ന് പറഞ്ഞവർ പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഗാസയിലെ ഈ അവസ്ഥകൾ ലോകത്തുള്ള ഭരണാധികാരികളുടെയും ലോക ജനങ്ങളുടെയും മുന്നിൽ അവർക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതിലുള്ള ആക്ടിവിസ്റ്റുകൾ പലപ്പോഴും ഡോക്ടർമാരും സാമൂഹ്യ പ്രവർത്തകരും അങ്ങനെ തുടങ്ങി കാലാവസ്ഥാ പ്രവർത്തകരും അങ്ങനെ എല്ലാവിധ ആക്ടിവിസ്റ്റുകളും ഡസൻ കണക്കിന് രാജ്യങ്ങളിൽ നിന്നുള്ള ലോകത്തെ വിവിധ അറിയപ്പെട്ട ആക്ടിവിസ്റ്റുകളാണ് ഇതിലുള്ളത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം ഗാസയിൽ സഹായം എത്തിക്കുന്നതോടൊപ്പം ഗാസയുടെ അവസ്ഥ ലോകത്തിന് അറിയിച്ചു കൊടുക്കലും കൂടിയാണ് എന്നുള്ളതാണ്. ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കാടത്ത സ്വഭാവവും അദ്ദേഹത്തിൻ്റെ ഭരണം നിലനിർത്തുവാൻ വേണ്ടി യുദ്ധത്തെ നിർത്താതെ തുടരെ കൊണ്ടുപോകുന്നത്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളാണ് എന്നുള്ളതാണ്. അവിടെ പട്ടിണി മരണം ഈ ഒരു കാലത്ത്, ഇത്രയും മോഡേൺ യുഗത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതിൻ്റെ എത്രയോ അപ്പുറത്താണ് ഇസ്രയേൽ അവിടെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഹമാസിനെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന യുദ്ധങ്ങളിൽ സാധാരണക്കാരായ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും സാധാരണക്കാരെയുമാണ് അവിടെ കൊന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവിടുത്തെ കണക്കുകൾ തന്നെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. എന്നാൽ ആ കണക്കുകളൊന്നും ശരിയല്ല. കണക്കുകൾക്ക് എത്രയോ മേലെയാണ് ഇസ്രയേൽ അവിടെ കൊന്നു തീർത്തത് എന്ന് അന്താരാഷ്ട്ര പ്രവർത്തകരും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയുമാണ്. പക്ഷെ ഇത്തരത്തിലൊക്കെ ഉണ്ടായിട്ട് പോലും ഇസ്രയേലിനെ നിയന്ത്രിക്കുവാനോ നെതന്യാഹുവിനെ നിയന്ത്രിക്കുവാനോ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന യൂറോപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ, ഈ ഫലസ്തീനെ അംഗീകരിക്കുന്നത് പോലെയുള്ള, നമുക്കറിയാം UK-യും ഫ്രാൻസും അങ്ങനെ തുടങ്ങി ലോകത്തെ വിവിധ രാജ്യങ്ങൾ, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ, ആസ്ട്രേലിയയും അതുപോലെ അങ്ങനെ തുടങ്ങി പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഈ ഫലസ്തീനെ ദിവസങ്ങളായി അംഗീകരിച്ച് ഇങ്ങനെ വരികയും ഫലസ്തീൻ അനുകൂലമായ ഒരു കാറ്റ് യൂറോപ്പിൽ അടിക്കുന്നതിൻ്റെയും കൂടി ഭാഗമാണ് ഈ ഫ്ലോട്ടില്ല. അവിടെ 50ഓളം വരുന്ന കപ്പലുകൾ ഗാസയിലേക്ക് പുറപ്പെടാൻ ഉണ്ടായ കാരണവും സാഹചര്യവും എന്നും ഇതൊരു നല്ല സൈനാണെന്നും ഇത് ഇസ്രയേലിന് കടുത്ത ഭീഷണി ഉണ്ടാക്കുമെന്നും നമുക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും കാടത്ത സ്വഭാവം പ്രവർത്തിക്കുന്ന IDF-ൻ്റെയും അടുത്ത നീക്കമാണെന്ന് എന്താണെന്ന് നോക്കിക്കാണേണ്ടി വരും. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.